ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പോർട്രേറ്റ് ഓഫ് ദ ലേഡിയുടെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഐ ഹോപ്പ് യു ഓൾ ആർ ഫൈൻ ആൻഡ് സേഫ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടും ഒക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. സോ അപ്പം ഞാൻ ആദ്യം പാരഗ്രാഫ് വായിക്കും, അതിനുശേഷമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. സോ അപ്പം ശ്രദ്ധിച്ചോളുക. When my parents were comfortably settled in the city, they sent for us. That was a turning point in our friendship. Although we shared the same room, my grandmother no longer came to school with me. I used to go to an English school in a motor bus. There were no dogs in the streets, and she took the feeding sparrows in the courtyard of our city house. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിരുന്നാൽ, വെൻ മൈ പാരൻസ് വെ കംഫർട്ടബിളി സെറ്റിൽഡ് ഇൻ ദ സിറ്റി. അപ്പോൾ നമ്മുടെ ഓഥറിൻ്റെ പാരൻസ് നേരത്തെ തന്നെ സിറ്റിയിലാണ്. അപ്പോൾ അവരവിടെ നല്ലോണം സെറ്റിലായപ്പോഴത്തേക്കും ഈ നമ്മുടെ ഗ്രാൻഡ് മദറിനെയും ഓഥറിനെയും ആക്ച്വലി അവർ ശരിക്കും പറഞ്ഞിരുന്ന ആ ഒരു വില്ലേജിൽ നിന്ന് പറിച്ചു മാറ്റുകയാണ്. എങ്ങോട്ടേക്ക്? സിറ്റിയിലേക്ക് പറിച്ചു മാറ്റുകയാണ്. സോ ദാറ്റ് വാസ് എ ടേണിംഗ് പോയിൻറ്റ് ഇൻ അവർ ഫ്രണ്ട്ഷിപ്പ്. സോ അത് നമ്മുടെ ഓഥറിൻ്റെയും അതേപോലെ ഗ്രാൻഡ് മദറിൻ്റെയും ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. Although we shared the same room, my grandmother no longer came to school with me. അപ്പോൾ നമുക്കറിയാം ചൈൽഡ്ഹുഡിൽ എങ്ങനെയായിരുന്നു ഗ്രാൻഡ് മദർ എന്നുള്ളത്. ഗ്രാൻഡ് മദറും നമ്മുടെ ഗ്രാൻഡ് സണ്ണും തമ്മിലുള്ള റിലേഷൻ, ദേ വർ വെരി ക്ലോസ് ഫ്രണ്ട്സ് അറ്റ് ദാറ്റ് ടൈം ആൻഡ് ദിസ് ഗ്രാൻഡ് മദർ ഓൾവേസ് അക്കമ്പനീഡ് ദിസ് ബോയ്. പക്ഷേ സെക്കൻഡ് പാർട്ട് വന്നപ്പോഴേക്കും കുറച്ച് വ്യത്യാസമുണ്ട്. ഗ്രാൻഡ് മദർ ഈ കുട്ടിയുടെ റൂമിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ കുട്ടിയെ സ്കൂളിലേക്കൊന്നും അക്കമ്പനി ചെയ്തില്ല. ഐ യൂസ്ഡ് ടു ഗോ ടു ആൻ ഇംഗ്ലീഷ് സ്കൂൾ ഇൻ എ മോട്ടോർ ബസ്. അപ്പോൾ ഒരു ബസ്സിലാണ് നമ്മുടെ ഗ്രാൻഡ് സൺ അല്ലെങ്കിൽ നമ്മുടെ ഓഥർ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. There were no dogs in the streets and she took the feeding sparrows in the courtyard of our city house. അപ്പോൾ there were no dogs. മറ്റ് വില്ലേജിലായിരുന്നപ്പോൾ അവിടെ ഡോഗ്സിനായിരുന്നു അവർ ആ ഒരു സ്റ്റെയിൽ ചപ്പാത്തിയൊക്കെ കൊടുത്ത് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. But here there were no dogs and she took to feeding sparrows in the courtyard of our city house. അപ്പോൾ ഡോഗ്സിന് പകരം ഇവിടെ സ്പാരോസിനെയാണ് ഫീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാർട്ട് നോക്കാം. ആസ് ദ ഇയേഴ്സ് റോൾഡ് ബൈ വി സോ ലെസ് ഓഫ് ഈച്ച് അതർ. ഫോർ സം ടൈം ഷീ കണ്ടിന്യൂ ടു വേക്ക് മീ അപ്പ് ആൻഡ് ഗെറ്റ് മീ റെഡി ഫോർ സ്കൂൾ. When I came back, she would ask me what the teacher had taught me. I would tell her English words and little things of Western science and learning, the law of gravity, Archimedes' principle, the world being round, etc. This made her unhappy. She could not help me with my lessons. She did not believe in the things they taught at the English school and was distressed that there was no teaching about God and the scriptures. One day I announced that we were being given music lessons. She was very disturbed. To her, music had livid associations. It was the monopoly of harlots and beggars and not meant for gentlefolk. She said nothing, but her silence meant disapproval. She rarely talked to me after that. So, in this paragraph we can see there is a slight change in the relationship between the grandmother and our author or the grandson. അപ്പം ആ ഒരു ചേഞ്ച്, ആ പണ്ടുണ്ടായിരുന്ന ഒരു ഇൻറ്റിമസി ഒരു സൈഡിൽ നോക്കിയാൽ കുറഞ്ഞു വരികയാണ് അല്ലേ, വളരും തോറും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആസ് ദ ഇയേഴ്സ് റോൾഡ് ബൈ മീൻസ് പാസ്റ്റ് ബൈ വി സോ ലെസ് ഈച്ച് അതർ. ഞങ്ങൾ കാണുന്നത് വളരെ കുറവായി തുടങ്ങി. ഒരേ സ്ഥലത്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും both are busy with their own things. Then for some time she continued to wake me up and get me ready for school. അപ്പോൾ പണ്ട് എന്നും വിളിച്ചുകൊണ്ടിരുന്ന ഗ്രാൻഡ് മദറാണ്, ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. ഇടയ്ക്ക് ചില സമയങ്ങളിലൊക്കെ എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കാറുണ്ട്. When I came back she would ask me what the teacher had taught me. അപ്പോൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഗ്രാൻഡ് മദർ ചോദിക്കാറുണ്ട് എന്താണ് ഇന്ന് സ്കൂളിൽ പഠിപ്പിച്ചതെന്നുള്ളതൊക്കെ. I would tell her English words and little things of Western science and learning. അപ്പോൾ ഇംഗ്ലീഷ് വേർഡ്സും അതേപോലെ വെസ്റ്റേൺ സയൻസൊക്കെയാണ് ഞാൻ സ്കൂളിൽ പഠിച്ചതെന്നൊക്കെ നമ്മുടെ ഗ്രാൻഡ് സൺ പറയാറുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ ഒരു സയൻസ്? ദ ലോ ഓഫ് ഗ്രാവിറ്റി, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, ദ വേൾഡ് ബീയിങ് റൗണ്ട് എക്സെട്ര. അപ്പോൾ ലോ ഓഫ് ഗ്രാവിറ്റി എന്താണെന്നും ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണെന്നും അതേപോലെ ഭൂമി ഉരുണ്ടതാണെന്നും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ ഗ്രാൻഡ് മദറിനോട് പറയാറുണ്ടായിരുന്നു. ദിസ് മെയ്ഡ് ഹർ റിയലി അൺഹാപ്പി. ഇതൊക്കെ നമ്മുടെ ഗ്രാൻഡ് മദറിനെ ആക്ച്വലി അൺഹാപ്പി ആക്കുകയാണ് ചെയ്തത്. ഷീ കുഡ് നോട്ട് ഹെൽപ്പ് മീ വിത്ത് മൈ ലെസൺസ്.
അപ്പോൾ എന്നെ ലെസൺസ് പഠിപ്പിക്കാനായിട്ടൊന്നും ഗ്രാൻഡ് മദറിന് പറ്റുന്നില്ല. ദെൻ ഷീ ഡിഡ് നോട്ട് ബിലീവ് ഇൻ ദ തിങ്സ് ദേ ടോട്ട് അറ്റ് ദ ഇംഗ്ലീഷ് സ്കൂൾ ആൻഡ് വാസ് ഡിസ്ട്രസ്ഡ് ദാറ്റ് ദർ വാസ് നോ ടീച്ചിങ് അബൌട്ട് ഗോഡ് ആൻഡ് ദ സ്ക്രിപ്റ്റേഴ്സ്. അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ടാണ് ഗ്രാൻഡ് മദർ ആക്ച്വലി അൺഹാപ്പി ആയത്. ബിക്കോസ് ഇൻ മോഡേൺ സ്കൂൾസ് ദേ വർ നോട്ട് ടീച്ചിങ് അബൌട്ട് റിലീജിയൻ ഓർ സ്ക്രിപ്റ്റേഴ്സ്, ദേ ആർ ബിസി വിത്ത് ടീച്ചിങ് അബൌട്ട് സയൻസ് ആൻഡ് മാത്ത്. അപ്പോൾ സയൻസും കാര്യങ്ങളും ഒക്കെയാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്, ദൈവത്തെക്കുറിച്ചോ വേദങ്ങളെക്കുറിച്ചോ ഒന്നും പഠിപ്പിക്കുന്നില്ല. നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഗ്രാൻഡ് മദർ വാസ് എ വെരി ട്രഡീഷണൽ പേഴ്സൺ അല്ലേ, എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ച് നടക്കുന്ന, റോസറിയൊക്കെ ചൊല്ലി നടക്കുന്ന ഒരു വയസ്സായ സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഷി വാസ് അൺഏബിൾ ടു അക്സെപ്റ്റ് ഓൾ ദിസ് മോഡേൺ തിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാനേ പറ്റിയില്ല. വൺ ഡേ ഐ അനൗൺസ്ഡ് ദാറ്റ് വി വർ ബീയിങ് ഗിവൻ മ്യൂസിക് ലെസൺസ്. അപ്പോൾ മ്യൂസിക് ലെസൺസും സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ഓഥർ ഗ്രാൻഡ് മദറിനോട് പറയാനിടയായി. ഷീ വാസ് വെരി ഡിസ്റ്റർബ്ഡ്, ഭയങ്കര ഡിസ്റ്റർബ്ഡായി. അവർക്ക് ആകെ അറിയാവുന്നൊരു മ്യൂസിക് എന്ന് പറയുന്നത് അവർ ആ സ്ഥിരം ജപിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രെയറാണ്. ആ പ്രെയർ എന്താണെന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. അതാണ് അവരുടെ ഒരു മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പോൾ അതല്ലാതെ മറ്റ് വെസ്റ്റേൺ മ്യൂസിക്കോ അതൊന്നും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റിയിരുന്നില്ല. To her, music had levied associations. Levied എന്ന് ഉദ്ദേശിക്കുന്നത് അരോചകം എന്നുള്ളതാണ്. അത്ര നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ല മ്യൂസിക് അറിഞ്ഞിരിക്കുന്നത്. ഇറ്റ് വാസ് എ മൊണോപ്പൊളി ഓഫ് ഹാർലെറ്റ്സ് ആൻഡ് ബെഗേഴ്സ്. അപ്പോൾ മൊണോപ്പൊളി മീൻസ് കുത്തക. അതെന്ന് പറയുന്നത് ഹാർലെറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്നാണ് കേട്ടോ. ആൻഡ് ബെഗേഴ്സിൻ്റെയും ഒരു മൊണോപ്പൊളിയാണ്. ആൻഡ് നോട്ട് മെൻറ്റ് ഫോർ ജെൻറ്റിൽ ഫോക്ക്, മര്യാദക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയതല്ല മ്യൂസിക് പഠിക്കുന്നത്. ഷീ സെഡ് നത്തിങ് ബട്ട് ഹർ സൈലൻസ് മെൻറ്റ് ഡിസപ്രൂവൽ. ഷീ റെയർലി ടോക്ക് ടു മീ ആഫ്റ്റർ ദാറ്റ്. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് മദർ ദേഷ്യപ്പെട്ട്, ഷി വാസ് നോട്ട് അറ്റ് ഓൾ ആംഗ്രി ബട്ട് ഷീ ഓൾവേസ് ഷോഡ് ഹർ ഡിസപ്രൂവൽ ത്രൂ ഹർ സൈലൻസ്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ ഗ്രാൻഡ് മദറിൻ്റെ ഒരു ക്യാരക്ടറും കൂടെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്ന് വെച്ചിരുന്നാൽ ഷീ വാസ് ആക്ച്വലി എ കംപ്ലീറ്റ്ലി ട്രഡീഷണൽ പേഴ്സൺ. അപ്പോൾ അവരൊരു മോഡേൺ തിങ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഷീ ലവ്ഡ് ദിസ് ബോയ് വെരി മച്ച്. അതുകൊണ്ടാണ് അവൻ്റെ ഇഷ്ടങ്ങൾക്ക്, അവന് പഠിക്കാൻ ഇഷ്ടമാണ്, അവൻ്റെ ഇഷ്ടങ്ങൾക്ക് എതിര് നിൽക്കുന്നില്ല. ദോ ഷീ ഡിഡ് നോട്ട് ലൈക്ക് ഓൾ ദോസ് തിങ്സ്, ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിലും ഷീ നെവർ ട്രൈ ടു ഷോ എനി ഡിസ്റെസ്പെക്ട് ടു ദിസ് ബോയ്. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അവർ ആ ഒരു ബോയോടുള്ള ഇൻറ്റിമസി, ആ കുട്ടിയോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ്, ഡിസപ്രൂവലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവനോട് ദേഷ്യപ്പെടുകയോ അത് പഠിക്കേണ്ടെന്ന് പറയുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. Okay, so now we can move to the next paragraph. When I went up to university, I was given a room of my own. The common link of friendship was snapped. My grandmother accepted her seclusion with resignation. She rarely left her spinning wheel to talk to any more. From sunrise to sunset, she sat by her wheel spinning and reciting prayers. Only in the afternoon, she relaxed for a while to feed the sparrows. While she sat in the veranda, breaking the bread into little bits, hundreds of little birds collected around her, creating a veritable bedlam of chirpings. Some came and perched on her legs, others on her shoulders. Some even sat on her head. She smiled but never shooed them away. It used to be the happiest half hour of the day for her. Okay, അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. വെൻ ഐ വെൻറ്റ് അപ്പ് ടു യൂണിവേഴ്സിറ്റി ഐ വാസ് ഗിവൺ എ റൂം ഓഫ് മൈ ഓൺ. അപ്പോൾ നമ്മുടെ ഓഥർ ഇപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് സൺ ഇപ്പോൾ ഒരു മുതിർന്ന ഒരു കുട്ടിയായിരിക്കുകയാണ്. വെൻ ഐ വെൻറ്റ് അപ്പ് ടു യൂണിവേഴ്സിറ്റി, അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ ചേർന്ന് പഠിക്കത്തക്ക ആ ഒരു പ്രായമായിരിക്കുകയാണ്. ആൻഡ് ഐ വാസ് ഗിവൺ എ റൂം ഓഫ് മൈ ഓൺ. അപ്പോൾ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും ഈ കുട്ടിക്ക് അവൻ്റേതായിട്ടുള്ള ഒരു റൂം തനിയെ കൊടുത്തു. ദെൻ ദ കോമൺ ലിങ്ക് ഓഫ് ഫ്രണ്ട്ഷിപ്പ് വാസ് സ്നാപ്ഡ്. So the common link of friendship, the friendship between the grandmother and the grandson was gradually reduced. Almost അത് കുറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. My grandmother accepted her seclusion with resignation. അപ്പോൾ ഗ്രാൻഡ് മദർ എന്ത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി? അവരുടെ ആ ഒരു ഏകാന്തതയും അതേപോലെ ആ ഒരു വിത്ത് റെസിഗ്നേഷൻ, ആ ഒരു ഏകാന്തത അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. She rarely left her spinning wheel to talk to any more. So she was always busy with doing some activities with that spinning wheel.
അപ്പോൾ ഒരു സ്പിന്നിങ് വീലിനകത്ത് തുണി നെയ്യുന്ന ആ ഒരു സ്പിന്നിങ് വീലിനകത്താണ് അവരുടെ ഒരു ലൈഫ് പിന്നെ അവർ കൂടുതലും സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഷീ റെയർലി ലെഫ്റ്റ് ഹർ സ്പിന്നിങ് വീൽ ടു ടോക്ക് ടു എനി മോർ. അപ്പോൾ അധികം ആരോടും സംസാരിക്കാറില്ല, നമ്മുടെ ഓതറിനോട് സംസാരിക്കാറില്ല, മറ്റാരോടും തന്നെ അധികം സംസാരിക്കാറില്ല. കൂടുതലും ആ ഒരു സ്പിന്നിങ് വീലിലാണ് അവരവരുടെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഫ്രം സൺറൈസ് ടു സൺസെറ്റ് ഷീ സാറ്റ് ബൈ ഹർ വീൽ സ്പിന്നിങ് ആൻഡ് റിസൈറ്റിംഗ് പ്രേയേഴ്സ്. സോ ഫ്രം സൺറൈസ് ടു സൺസെറ്റ്, രാവിലെ വെളുക്കുന്നത് തൊട്ട് സന്ധ്യയാകുന്നത് വരെ, സൺസെറ്റ് ആവുന്ന ടൈം വരെ ഷി വാസ് ബിസി വിത്ത് സ്പിന്നിങ് വിത്ത് ദ വീൽ ആൻഡ് പിന്നെ എന്താണ്, ഷി വാസ് ബിസി വിത്ത് റിസൈറ്റിംഗ് ദ പ്രേയേഴ്സ് ഓൾസോ. അപ്പോൾ ഇവിടെയെല്ലാം അവരുടെ ആ ഒരു ക്യാരക്ടർ ചേഞ്ചും ഓഥറിൻ്റെ ക്യാരക്ടർ ചേഞ്ചും അതേപോലെ തന്നെ എന്താണ് അവർ ട്രഡീഷണലാണ്, ആ ഒരു ലേഡി ഒരുപാട് റിലീജിയസ് ആണ് എന്നൊക്കെ ഉള്ളതാണ് നമുക്കിവിടെ കൂടുതൽ അറിയാനായിട്ട് പറ്റുന്നത് കേട്ടോ. ഓൺലി ഇൻ ദ ആഫ്റ്റർനൂൺ ഷി റിലാക്സ്ഡ് ഫോർ എ വൈൽ ടു ഫീഡ് ദ സ്പാരോസ്. While she sat in the veranda breaking the bread into little bits, hundreds of little birds collected round and creating a veritable bedlam of chirpings. അപ്പോൾ എന്താ പറയുന്നത്, ഓൺലി ഇൻ ദ ആഫ്റ്റർനൂൺ ഷി റിലാക്സ്ഡ് ഫോർ എ വൈൽ ടു ഫീഡ് ദ സ്പാരോസ്. അപ്പോൾ ഷി വാസ് ഓൾവേസ് ബിസി വിത്ത് ദാറ്റ് സ്പിന്നിങ് വീൽ. സോ ഓൺലി ഡ്യൂറിങ് ദ ആഫ്റ്റർനൂൺ, ഓൺലി ഫോർ എ ലിറ്റിൽ ടൈം എന്താണ്, ഷി വിൽ ബി ഫ്രീ. ദെൻ while she sat in the veranda breaking the bread into little bits. അപ്പോൾ ആ ഒരു വെറാന്തയിൽ വന്നിട്ട് എന്താണ്, ആ പക്ഷികൾക്ക് കൊടുക്കാനുള്ള ഒരു ബ്രെഡ് അതെല്ലാം ചെറിയ ചെറിയ പീസുകളാക്കിക്കൊണ്ടിരിക്കും. ബ്രേക്കിംഗ് ദ ബ്രെഡ്സ് ഇൻ ടു ലിറ്റിൽ ബിറ്റ്സ്, ഹൺഡ്രഡ്സ് ഓഫ് ലിറ്റിൽ ബേർഡ്സ് കളക്റ്റഡ് റൗണ്ട് ഹർ ക്രിയേറ്റിംഗ് എ വെരിറ്റബിൾ ബെറ്റ്ലാം ഓഫ് ചർപ്പിങ്സ്. അപ്പോൾ ആ പക്ഷികൾക്ക് കൊടുക്കാനായിട്ട് ബ്രെഡ് ഇങ്ങനെ പീസസ് ആക്കുന്ന സമയത്ത് എന്താണ്, ഒരുപാട് നൂറുകണക്കിന് കുഞ്ഞു പക്ഷികൾ വരികയും ചെയ്യും. അതേപോലെ ക്രിയേറ്റിംഗ് എ വെരിറ്റബിൾ ബെറ്റ്ലാം ഓഫ് ചർപ്പിങ്സ്, അവരുടെ ആ ഒരു കോലാഹലം തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷികൾ ചിലച്ചും ബഹളം വെച്ചും ഒക്കെ ഒരു കോലാഹലം തന്നെ ഉണ്ടാക്കാം. നമുക്കറിയാം, ഒരു കാക്കയ്ക്ക് ഫുഡ് ഇട്ട് കൊടുത്തിരുന്നാൽ എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ, ഭയങ്കരമായിട്ട് ബഹളം വെക്കത്തില്ലേ. അപ്പോൾ അതേപോലെയാണ് കേട്ടോ. ദെൻ സം കെയിം ആൻഡ് പേർച്ച്ഡ് ഓൺ ഹർ ലെഗ്സ്, അതേഴ്സ് ഓൺ ഹർ ഷോൾഡേഴ്സ്. അപ്പോൾ ചില പക്ഷികളാണെന്നുണ്ടെങ്കിൽ അവരുടെ കാലിൽ വന്ന് അടുത്തിരിക്കുകയൊക്കെ ചെയ്യും. അതേഴ്സ് ഓൺ ഹർ ഷോൾഡേഴ്സ്, ചില പക്ഷികളാണെങ്കിൽ അവരുടെ ഷോൾഡേഴ്സിലിരിക്കും. സം ഈവൻ സാറ്റ് ഓൺ ഹർ ഹെഡ്, ചില പക്ഷികളാണെങ്കിൽ തലയിലും കയറിയിരിക്കും. ദെൻ ഷീ സ്മൈൽഡ് ബട്ട് നെവർ ഷൂട്ട് ദം എവേ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും സോ ഷി വാസ് വെരി മച്ച് അഫെക്ഷനേറ്റ് വിത്ത് ദാറ്റ് ബേർഡ്സ് ഓൾസോ. അപ്പോൾ ഒരു ആനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് ഈ ഗ്രാൻഡ് മദറിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. ആനിമൽസിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഡോഗ്സിനെ ഫീഡ് ചെയ്തിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഡോഗ്സ് ഇല്ലാത്തത് കൊണ്ട് ബേർഡ്സിനെ ഫീഡ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ബേർഡ്സിനും തിരിച്ച് അവരോട് ആ ഒരു സ്നേഹമുണ്ട്, ഫുഡ് എപ്പോഴും കൊടുക്കുന്നുണ്ടാവാം, ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഷോൾഡറിലും തലയിലും ഒക്കെ എപ്പോഴും കയറിയിരിക്കുന്നത്. ദെൻ ഷീ സ്മൈൽഡ് ബട്ട് നെവർ ഷൂട്ട് ദം എവേ. അപ്പോൾ ഈ പക്ഷികളൊക്കെ ഷോൾഡറിലും തലയിലും ഒക്കെ കയറിയിരിക്കുമ്പോൾ ഷീ വിൽ സ്മൈൽ, ചിരിക്കും, പക്ഷേ അതിനെ ഒരിക്കലും ആട്ടിപ്പായിച്ചിട്ടില്ല. ഇറ്റ് യൂസ്ഡ് ടു ബി ദ ഹാപ്പിയസ്റ്റ് ഹാഫ് അവർ ഓഫ് ദ ഡേ ഫോർ ഹർ. അപ്പോൾ അവരുടെ നമുക്കറിയാം 24 hours നമുക്ക് എല്ലാ മനുഷ്യർക്കും ഉള്ളത് അല്ലേ. അതിൽ അവരുടെ ഏറ്റവും വിലപ്പെട്ട ഒരു നിമിഷം അല്ലെങ്കിൽ ഏറ്റവും വിലപ്പെട്ട ടൈം എന്ന് പറയുന്നത് ആ ഒരു ഹാഫ് ആൻ അവറാണ് കേട്ടോ. സോ ഇറ്റ് യൂസ്ഡ് ടു ബി ദ ഹാപ്പിയസ്റ്റ് ഹാഫ് ആൻ അവർ ഓഫ് ദ ഡേ ഫോർ ഹർ. ദെൻ okay, now we can move to the next paragraph. When I decided to go abroad for further studies, I was sure my grandmother would be upset. I would be away for 5 years, and at her age one could never tell, but my grandmother could. She was not even sentimental. She came to leave me at the railway station but did not talk or show any emotion. Her lips moved in prayer. Her mind was lost in prayer. Her fingers were busy telling the beads of her rosary. Silently, she kissed my forehead, and when I left, I cherished the most imprint as perhaps the last sign of physical contact between us. Oh, very touching, kato. So when I decided to go abroad for further studies, I was sure my grandmother would be upset. അപ്പോൾ നമ്മുടെ ഓഥർ ഇപ്പം മുതിർന്ന് വലിയൊരു കുട്ടിയായിരിക്കുകയാണ്, കോളേജിലൊക്കെ ചേർന്ന് പഠിക്കത്തക്ക ഒരു കുട്ടിയായി. അതേപോലെ തന്നെ നൗ ഇറ്റ് ഇസ് ടൈം ഫോർ ഹിം ടു ഗോ ടു എബ്രോഡ്. സോ വെൻ ഐ ഡിസൈഡഡ് ടു ഗോ എബ്രോഡ് ഫോർ ഫർദർ സ്റ്റഡീസ്, അപ്പോൾ യൂണിവേഴ്സിറ്റി കഴിഞ്ഞു ആൻഡ് നൗ ഹി ഹാസ് എ പ്ലാൻ ടു മൂവ് ടു ഗോ ടു എബ്രോഡ് ഫോർ ഹിസ് ഫർദർ സ്റ്റഡീസ്. സോ ഐ വാസ് ഷുവർ, സോ ദ ഓഥർ വാസ് വെരി ഷുവർ ദറ്റ് ഗ്രാൻഡ് മദർ വുഡ് ബി അപ്സെറ്റ്. ഗ്രാൻഡ് മദറിന് എന്തായാലും വിഷമമായിരിക്കും എന്നുള്ള കാര്യം അവനറിയാം. ഐ വുഡ് ബി away for 5 years, and at her age one could never tell.
അപ്പോൾ 5 വർഷത്തേക്കാണ് നമ്മുടെ ഓഥർ പോകുന്നത്. അപ്പോൾ ഓഥറിൻ്റെ മൈൻഡിൽ ഓൾറെഡി ഉണ്ട്, ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓൾഡ് ഏജ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇനി പറഞ്ഞുകൂടാത്തതാണ്, എന്നിരുന്നാലും ഓഥർ ആലോചിക്കുകയാണ് ഇനി ഗ്രാൻഡ് മദറിനെ കാണാൻ പറ്റുമായിരിക്കുമോ എന്ന് അവനിങ്ങനെ ആശങ്കപ്പെടുകയാണ്. അതേപോലെ ഇത് ഗ്രാൻഡ് മദറിനോട് എങ്ങനെ പറയണം എന്നുള്ളത് 2 മീനിങ് അവിടെ വരും കേട്ടോ. സോ ഐ വുഡ് ബി എവേ ഫോർ 5 years ആൻഡ് അറ്റ് ഹർ ഏജ് വൺ കുഡ് നെവർ ടെൽ ബട്ട് മൈ ഗ്രാൻഡ് മദർ കുഡ്. അപ്പോൾ അവരുടെ ആ ഒരു ഏജിൽ ഓൾമോസ്റ്റ് ആരും ഈ കുട്ടി ദൂരേക്ക് പോകാനും സമ്മതിക്കാറില്ല. പക്ഷേ എന്നിരുന്നാലും ഗ്രാൻഡ് മദർ അതിന് സമ്മതിച്ചു. ബട്ട് മൈ ഗ്രാൻഡ് മദർ കുഡ്. ഷി വാസ് നോട്ട് ഈവൻ സെൻറ്റിമെൻ്റൽ. അവരൊട്ടും തന്നെ സെൻറ്റിമെൻ്റൽ ആയില്ല, ഇമോഷണലായി ഒന്നും കാണിച്ചില്ല. ഷി കെയിം ടു ലീവ് മീ അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ ബട്ട് ഡിഡ് നോട്ട് ടോക്ക് ഓർ ഷോ എനി ഇമോഷൻ. സോ ഷി അക്കമ്പനീഡ് അവർ ഓഥർ ബട്ട് ഷി ഡിഡ്ന്റ് ഷോ എനി സോർട്ട് ഓഫ് ഇമോഷൻ. സന്തോഷമോ സങ്കടമോ ഒന്നും കാണിച്ചില്ല. ഹർ ലിപ്സ് മൂവ്ഡ് ഇൻ പ്രെയർ. ഹർ മൈൻഡ് വാസ് ലോസ്റ്റ് ഇൻ പ്രെയർ. സോ ഷീ വാസ് ഓൾവേസ് ഇൻ എ പ്രെയർ അല്ലേ. നമുക്ക് തുടക്കം തൊട്ട് നമ്മൾ കാണുന്നതാണ് ഗ്രാൻഡ് മദർ എപ്പോഴും ഒരു പ്രെയറിലാണ് അല്ലേ. സോ അവർ അതേപോലെ തന്നെ നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കണം, അവർ റിലീജിയസ് എന്നതിലുപരി അവരുടെ മൈൻഡ് എപ്പോഴൊക്കെ ഒന്ന് മനസ്സ് പിടയ്ക്കുന്നോ അപ്പോഴെല്ലാം അവർ പ്രെയറിലേക്ക് പോകാറുമുണ്ട് അല്ലേ. സോ അപ്പം അതും കൂടെ നമ്മളൊന്ന് നോട്ടീസ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. സോ മൂവ്ഡ് ഇൻ പ്രെയർ. ഹർ മൈൻഡ് വാസ് ലോസ്റ്റ് ഇൻ പ്രെയർ. ഹർ ഫിംഗേഴ്സ് വെർ ബിസി ടെല്ലിങ് ദ ബീഡ്സ് ഓഫ് ഹർ റോസറി. സോ അറ്റ് ദാറ്റ് ടൈം ഓൾസോ ഷി വാസ് യൂസിങ് ഹർ റോസറി. Then silently she kissed my forehead, and when I left, I cherished the moist imprint as perhaps the last sign of physical contact between us. So, അപ്പോൾ silently she kissed my forehead. അപ്പോൾ എൻ്റെ നെറുകിൽ ചെറുതായിട്ട് എൻ്റെ ഗ്രാൻഡ് മദർ എന്നെ കിസ് ചെയ്തു. Then, and when I left, അപ്പോൾ തിരിച്ച് പോകാൻ നേരം ഐ ചെറിഷ്ഡ്, ഞാൻ ഓർക്കുകയാണ് എന്താണ്, ദ മോയിസ്റ്റ് ഇംപ്രിൻറ്റ്. മോയിസ്റ്റ് മീൻസ് ചെറിയ നനവുള്ള. അപ്പോൾ ഗ്രാൻഡ് മദർ നെറ്റ് ഫോർഹെഡിൽ കിസ് ചെയ്തല്ലോ, ഇംപ്രിൻറ്റ് ആസ് പെർഹാപ്സ്, ഇതൊരു പക്ഷേ ദ ലാസ്റ്റ് സൈൻ ഓഫ് ഫിസിക്കൽ കോണ്ടാക്ട് ബിറ്റ്വീൻ അസ്. കാരണം ഗ്രാൻഡ് മദർ ഒത്തിരി പ്രായമുള്ളൊരു സ്ത്രീയാണ്. 5 വർഷം വരെ ഇനിയോ കാണുമോ ഇല്ലയോ എന്ന് നമ്മുടെ ഓഥറിന് ഡൗട്ടാണ്. ഒരു പക്ഷേ ഇറ്റ് വിൽ ബി ദ ലാസ്റ്റ് സൈൻ ഓഫ് ഫിസിക്കൽ കോണ്ടാക്ട് ബിറ്റ്വീൻ അസ് എന്ന് ഓഥർ വിചാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നതും ഓഫ് കോഴ്സ് ദ ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഗ്രാൻഡ് മദർ ആൻഡ് ദ ഗ്രാൻഡ് സൺ. ഗ്രാൻഡ് സണ്ണിന് ഗ്രാൻഡ് മദറിനോടുള്ള സ്നേഹവും നമുക്ക് കാണാം. അതേപോലെ ഗ്രാൻഡ് മദറിനും ഗ്രാൻഡ് സണ്ണിനോടുള്ള സ്നേഹം നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അവരെ വിട്ടു പോകുന്നതും വെസ്റ്റേൺ സ്റ്റൈൽ പഠിക്കുന്നതും അവിടുത്തെ കാര്യങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നതും ഒന്നും നമ്മുടെ ഗ്രാൻഡ് മദറിന് അധികം ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നെങ്കിലും ഷി നെവർ ഷോഡ് എനി സോർട്ട് ഓഫ് ഡിസ്റെസ്പെക്ട് ടു ഹിം. ഒന്നും കാണിച്ചില്ല. കാരണം അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓക്കെ അവൻ പഠിച്ചു വരട്ടെ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ഗ്രാൻഡ് മദർ ആക്ച്വലി മനസ്സിൽ സൂക്ഷിച്ചിരുന്നത്. ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കൂടിയും അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഓക്കെ എൻ്റെ ഇഷ്ടമല്ലായ്മകൾ ഐ ഷുഡ് സാക്രിഫൈസ് എന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു നമ്മുടെ ഗ്രാൻഡ് മദറിന് കേട്ടോ. ദെൻ ബട്ട് that was not so. After 5 years, I came back home and was met by her at the station. She did not look a day older. She still had no time for words, and while she clasped me in her arms, I could hear her reciting her prayers. Even on the first day of my arrival, her happiest moments were with her sparrows, whom she fed longer and with frivolous rebukes. യെസ്, അപ്പം നമ്മുടെ ഓഥർ ഇവിടെ എന്താണ് വിചാരിച്ചു വെച്ചിരുന്നത്? ഒരുപക്ഷെ ഇത് നമ്മുടെ ലാസ്റ്റ് ഫിസിക്കലായിട്ടുള്ള കോണ്ടാക്റ്റ് ആയിരിക്കും ഗ്രാൻഡ് മദറും ഞാനും തങ്ങളിലുള്ളത്. കാരണം ഗ്രാൻഡ് മദർ ഓൾമോസ്റ്റ് ഓൾഡായിട്ടുള്ള ഒരാളാണല്ലോ. പക്ഷേ ആ കണക്കുകൂട്ടലുകളെല്ലാം നമ്മുടെ ഓഥറിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടുള്ള കാര്യമായിരുന്നു. ബട്ട് ദാറ്റ് വാസ് നോട്ട് സോ. ആഫ്റ്റർ 5 years I came back home and was met by her at the station. അപ്പോൾ 5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചെത്തി. സ്റ്റേഷനിലെത്തിയപ്പോൾ ഗ്രാൻഡ് മദറും ഉണ്ടായിരുന്നു. വാസ് മെറ്റ് ബൈ ഹർ അറ്റ് ദ സ്റ്റേഷൻ. അപ്പം പാവം നമ്മുടെ കൊച്ചുമോനെ പിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഗ്രാൻഡ് മദർ വന്നു അല്ലേ. എനിക്ക് ഈ ഒരു ഏരിയ ഒക്കെ വായിച്ചപ്പോൾ ഒത്തിരി ടച്ചിങ് ആയിട്ട് തോന്നി. നിങ്ങൾക്കും അങ്ങനെയാണോ എന്ന് പറയണം കേട്ടോ. എത്രയോ ആ ഒരു ഭയങ്കര ടച്ചിങ് ആണ് ആ ഒരു സമയം. 5 വർഷം കഴിഞ്ഞ് വീണ്ടും കാണുമ്പോൾ ആ ഒരു സ്നേഹം, സന്തോഷം, അതൊക്കെ നമുക്കും ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഫീലാവും കേട്ടോ. സോ ഷീ ഡിഡ് നോട്ട് ലുക്ക് എ ഡേ ഓൾഡർ. അപ്പോൾ ആ 5 വർഷം മുന്നേ എങ്ങനെയാണോ കണ്ടത് അതേപോലെ തന്നെ ഇരിക്കുകയാണ് ഗ്രാൻഡ് മദർ. ദർ വാസ് നോ ചേഞ്ച് ഫോർ ഹർ ഫിസിക്കൽ അപ്പിയറൻസ്. ഷീ സ്റ്റിൽ ഹാഡ് നോ ടൈം ഫോർ വേർഡ്സ് ആൻഡ് വൈൽ ഷീ ക്ലാസ്പ്ഡ് മീ ഇൻ ഹർ ആംസ് ഐ കുഡ് ഹിയർ ഹർ റിസൈറ്റിംഗ് ഹർ പ്രേയേഴ്സ്. അപ്പോൾ ഇവനെ കണ്ടതും ഒരുപാടൊന്നും സംസാരിക്കാനായിട്ടൊന്നും നമ്മുടെ ഗ്രാൻഡ് മദർ വന്നില്ല. പക്ഷേ അത് മാത്രമല്ല, അവനെ കണ്ടു കെട്ടിപ്പിടിച്ചപ്പോഴേക്കും എന്താണ്,
അപ്പോഴും നമ്മുടെ ഓഥറിൻ്റെ കേൾക്കാൻ പറ്റുന്നുണ്ട് വാട്ട് ഷി വാസ് റിസൈറ്റിംഗ് ഹർ പ്രേയേഴ്സ്. ഈവൻ ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് മൈ അറൈവൽ ഹർ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ് വെയർ വിത്ത് ഹർ സ്പാരോസ് ഹും ഷി ഫെറ്റ് ലോങ്ങർ ആൻഡ് വിത്ത് ഫ്രിവലസ് റിബ്യൂക്സ്. അപ്പം ഹർ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് ഈവൻ ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് മൈ അറൈവൽ, അപ്പം ഞാൻ തിരിച്ചു വന്ന ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ നമ്മുടെ ഓഥറെ നോട്ടീസ് ചെയ്യുകയാണ് എന്താണ് അവരുടെ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്, അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ആ ഒരു ബേർഡ്സിനെ ഫീഡ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ വിത്ത് ഫ്രിവലസ് റിബ്യൂക്സ്, വളരെ ചെറിയ ഒരു പരിഭവത്തോടു കൂടിയുള്ള കളിയാക്കലുകളും വഴക്ക് പറച്ചിലും ഒക്കെ ആ ബേർഡ്സിനോടാണ് നമ്മുടെ ഗ്രാൻഡ് മദർ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷം, അവരുടെ ഏറ്റവും വലിയ ലോകമെന്ന് പറയുന്നത് ആ ഒരു ബേർഡ്സിനെ ഫീഡ് ചെയ്യുന്നതും ആ ബേർഡ്സുമായിട്ടുള്ള കുറച്ച് സമയമാണ് അവരുടെ ഏറ്റവും വലിയ ലൈഫിലെ സന്തോഷം എന്ന് പറയുന്നത്. Okay, so now we can move to the next paragraph. In the evening, a change came over her. She did not pray. She collected the women of the neighborhood, got an old drum and started to sing. For several hours, she thumped the sagging skins of the dilapidated drum and sang of the homecoming of warriors. We had to persuade her to stop to avoid overstraining. That was the first time since I had known her that she did not pray. ഓക്കെ, അപ്പം ഇനി ഈ ഒരു പാരഗ്രാഫ് തൊട്ട് ആക്ച്വലി ഈ ഒരു സ്റ്റോറിയുടെ ആ ഒരു സീൻ അങ്ങോട്ട് മാറുകയാണ് കേട്ടോ. നമ്മൾ സീൻ ഡാർക്ക് ആവുക എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു രീതിയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇൻ ദ ഈവനിങ് എ ചേഞ്ച് കെയിം ഓവർ ഹെർ. അപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേക്കും വി ക്യാൻ സീ എ ചേഞ്ച് ഓവർ ദ ഗ്രാൻഡ് മദേഴ്സ് ബിഹേവിയർ. ഷീ ഡിഡ് നോട്ട് പ്രേ. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയൊരു അത്ഭുതം. നമുക്കറിയാം ഈ ഒരു ലെസൺ തുടങ്ങിയ സമയം തൊട്ട് നമ്മൾ ആദ്യം തൊട്ടേ കേൾക്കുന്നതാണ് ഗ്രാൻഡ് മദർ എപ്പോഴും പ്രേ ചെയ്തുകൊണ്ടിരുന്നൊരു സ്ത്രീയാണ് അല്ലേ. പക്ഷേ അന്നത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും എന്താണ്, ഷീ ഡിഡ് നോട്ട് പ്രേ. ഷീ കളക്റ്റഡ് ദ വുമൻ ഓഫ് ദ നെയ്ബർഹുഡ്, ഗോട്ട് ആൻ ഓൾഡ് ഡ്രം ആൻഡ് സ്റ്റാർട്ടഡ് ടു സിങ്. അപ്പോൾ അവരെന്താണ് ചെയ്തത്, ഗ്രാൻഡ് മദർ അടുത്തുള്ള എല്ലാ സ്ത്രീകളെയും വിളിച്ചു കൂട്ടുകയും അതേപോലെ തന്നെ ഗോട്ട് ആൻ ഓൾഡ് ഡ്രം, ഒരു ഓൾഡ് ഡ്രം വാങ്ങുകയും അത് വെച്ചിട്ട് പാടാനും തുടങ്ങി. ഫോർ സെവറൽ അവേഴ്സ് ഷീ തംഡ് ദ സാഗിങ് സ്കിൻസ് ഓഫ് ദ ഡിലാപ്പിഡേറ്റഡ് ഡ്രം ആൻഡ് സാങ് ദ ഹോം കമ്മിങ് ഓഫ് വാരിയേഴ്സ്. അപ്പോൾ കുറേ നേരം ആ ഒരു ഡ്രമ്മിൽ കൊട്ടി, തംഡ് മീൻസ് അത് ശക്തമായി പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഡിലാപ്പിഡേറ്റഡ് മീൻസ് ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള ഒരു ഡ്രമ്മാണ്, അതിൽ തന്നെ കൊട്ടുകയും അവർ തന്നെ അത് വെച്ച് പാടുകയും ഒക്കെ ചെയ്യുകയാണ്. ആൻഡ് സാങ് ഓഫ് ദ ഹോം കമ്മിങ് ഓഫ് വാരിയേഴ്സ്. അപ്പം ഈ യുദ്ധത്തിനൊക്കെ പോയ ആൾക്കാർ തിരിച്ച് വരുമ്പോൾ ഉള്ള ആ ഒരു രീതിയിൽ ഉള്ള സോങ് ആണ് ഇവർ പാടുന്നത്. ഒരുപക്ഷെ അവരുടെ കൊച്ചുമകൻ തിരിച്ചു വന്നതിൻ്റെ ഒരു സന്തോഷ പ്രകടനവും ആവാം അത്. Then we had to persuade her to stop to avoid overstraining. So we asked the grandmother, please stop this. അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. We had to persuade means force. We had to force her to stop to avoid overstraining. ദെൻ പ്രായമായ ഒരു സ്ത്രീയാണ്, അവർക്ക് ഇത്രയും സ്ട്രെയിനൊന്നും എടുക്കാനുള്ള ഒരു കെൽപ്പില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. Then that was the first time since I had known her that she did not pray. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഗ്രാൻഡ് മദർ പ്രാർത്ഥിക്കാതെ ഇരിക്കുന്നത് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രാൻഡ് മദറിൻ്റെ ആ ഒരു ചേഞ്ചാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആ ഒരു ക്യാരക്ടർ ചേഞ്ചാണ് മെയിനായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ the next morning she was taken ill. It was a mild fever and the doctor told us that it would go. But my grandmother thought differently. She told us that her end was near. She said that since only a few hours before the close of the last chapter of her life she had omitted to pray, she was not going to waste any more time talking to us. ഓക്കെ, അപ്പോൾ ഇതും വളരെ ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു സീൻ തന്നെയാണ് കേട്ടോ. ദ നെക്സ്റ്റ് മോർണിംഗ് ഷീ വാസ് ടേക്കൺ ഇൽ. അപ്പോൾ തലേ ദിവസം തന്നെ അവർക്കൊരു ഇൻഡ്യൂഷൻ കിട്ടി. അതായത് നമ്മൾ അതുവരെയും കണ്ടുകൊണ്ടിരുന്ന ഒരു ഗ്രാൻഡ് മദർ ആയിരുന്നില്ല ഇൻ ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ലെസൺ. സോ ഷീ ഹാഡ് സ്റ്റാർട്ടഡ് ടു ചേഞ്ച് ഹർ ക്യാരക്ടർ. അപ്പോൾ അതിനൊക്കെ ഒരു റീസൺ ഉണ്ടെന്നുള്ളത് തന്നെയാണ് നമുക്കിത് വായിച്ചു വരുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഒരു നെക്സ്റ്റ് മോർണിംഗിൽ എന്താണ്, ഷീ വാസ് ടേക്കൺ ഇൽ, അവർക്ക് സുഖമില്ലാതാവുകയും പിന്നെ എന്താണ് ഉണ്ടായത്, ഇറ്റ് വാസ് എ മൈൽഡ് ഫീവർ ആൻഡ് ദ ഡോക്ടർ ടോൾഡ് us that it would go. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞത്, ഇറ്റ് വാസ് ജസ്റ്റ് ഓൺലി എ മൈൽഡ് ഫീവർ, നത്തിങ് ടു വറി, ഷീ വിൽ ബി ഓൾ റൈറ്റ്. അതായിരുന്നു ഡോക്ടറിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. ബട്ട് മൈ ഗ്രാൻഡ് മദർ തോട്ട് ഡിഫറെൻ്റ്ലി. പക്ഷേ ഗ്രാൻഡ് മദറിന് ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞെങ്കിലും ഗ്രാൻഡ് മദറിൻ്റെ തോട്ട് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. വിച്ച് മീൻസ് അവർക്കൊരു ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു ദറ്റ് ഹർ ലൈഫ് ഇസ് ഗോയിങ് ടു എൻഡ് എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. മേ ബി അവരെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെ ഒരു ഉൾവിളി തോന്നുക എന്ന് പറയുമല്ലോ, ഒരു ഗട്ട് ഫീലിംഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതേപോലെയാണ് കേട്ടോ.
ദെൻ ഷി ടോൾഡ് us that her end was near. അപ്പോൾ ചെറിയൊരു പനി വന്നിട്ടാണ് കൊണ്ടുപോയത്. ആൻഡ് ഡോക്ടറും പറഞ്ഞു ഷീ വിൽ ബി ഓൾ റൈറ്റ്, നത്തിങ് ടു വറി എന്നുള്ള രീതിയിലായിരുന്നു. ഇറ്റ് വാസ് എ റെസ്പോൺസ് ഓഫ് ഡോക്ടർ. പക്ഷേ നമ്മുടെ ഗ്രാൻഡ് മദർ എന്താണ്, ഗ്രാൻഡ് മദർ അത് ഡിഫറെൻ്റ് ആയിട്ടാണ് ചിന്തിച്ചത്. ആൻഡ് ഷീ സെഡ് ടു ദം ദറ്റ് മൈ ലൈഫ് ഈസ് ഗോയിങ് ടു എൻഡ് നൗ. പെട്ടെന്ന് തന്നെ, അധിക ദൂരമില്ല, ഇൻ ദ നിയറസ്റ്റ് ഫ്യൂച്ചർ യു ക്യാൻ ഹിയർ അബൌട്ട് മൈ ഡെത്ത് എന്നുള്ള രീതിയിലായിരുന്നു നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞത്. ഷീ സെഡ് ദാറ്റ് സിൻസ് ഓൺലി എ ഫ്യൂ അവേഴ്സ് ബിഫോർ ദ ക്ലോസ് ഓഫ് ദ ലാസ്റ്റ് ചാപ്റ്റർ ഓഫ് ഹർ ലൈഫ് ഷീ ഹാഡ് ഒമിറ്റഡ് ടു പ്രേ. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ഗ്രാൻഡ് മദർ എന്ത് പറയുകയാണ്, ഞാനിനി കുറച്ച് നേരം കൂടിയേ ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ളൂ, അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് നേരം കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല. ഷീ ഹാഡ് ഒമിറ്റഡ് ടു പ്രേ. ഷീ വാസ് നോട്ട് ഗോയിങ് ടു വേസ്റ്റ് എനി മോർ ടൈം ടോക്കിംഗ് ടു അസ്. അത് മാത്രമല്ല, ഞാൻ ഇനി നിങ്ങളോട് കൂടുതൽ സംസാരിച്ച് സമയം കളയുവാനും ഞാനില്ല എന്നുള്ള ഒരു രീതിയിലായിരുന്നു നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ തികച്ചും വളരെ ആ ഒരു നമ്മുടെ സിക്സ്ത് സെൻസൊക്കെ വർക്ക് ചെയ്ത് അറിയാൻ പറ്റുന്നത് പോലെ, അതേപോലെ ഒരു മെച്ചുവേർഡായിട്ടുള്ള ഒരു ലേഡിയുടെ ഒരു ക്യാരക്ടറും ഒക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. Then we protested, but she ignored our protest. She lay peacefully in bed, praying and telling her beads. Even before we could suspect, her lips stopped moving and the rosary fell from her lifeless fingers. A peaceful pallor spread on her face and we knew that she was dead. ഓക്കെ, സോ വി പ്രൊട്ടസ്റ്റഡ്. അപ്പം ഗ്രാൻഡ് മദർ ഇത് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെ എതിർത്തു. നോ വി വോണ്ട് ബിലീവ് ദാറ്റ് ബിക്കോസ് ഗ്രാൻഡ് മദർ വിൽ ബി ഓൾവേസ് ദെയർ വിത്ത് അസ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു നമ്മുടെ ഓഥറിന്. ബട്ട് ഷീ ഇഗ്നോർഡ് അവർ പ്രൊട്ടസ്റ്റ്. പക്ഷേ ഞങ്ങൾ പറഞ്ഞതിനെയൊക്കെ അവർ എതിർത്തു. ഷീ ലേ പീസ്ഫുള്ളി ഇൻ ബെഡ് പ്രേയിങ് ആൻഡ് ടെല്ലിങ് ഹർ ബീറ്റ്സ്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് അവർ പ്രാർത്ഥനയൊക്കെ നിർത്തിവെച്ചെങ്കിലും അവരുടെ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ വീണ്ടും അവർ റോസറി ചൊല്ലാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി. ഈവൻ ബിഫോർ വി കുഡ് സസ്പെക്ട് ഹർ ലിപ്സ് സ്റ്റോപ്ഡ് മൂവിങ് ആൻഡ് ദ റോസറി ഫെൽ ഫ്രം ഹർ ലൈഫ്ലെസ് ഫിംഗേഴ്സ്. അപ്പം ഞങ്ങൾ വിചാരിക്കുന്നതിന് മുന്നേ തന്നെ എന്ത് സംഭവിക്കുകയാണ്, ഹർ ലിപ്സ് സ്റ്റോപ്ഡ് മൂവിങ്. അപ്പോൾ ഗ്രാൻഡ് മദറിൻ്റെ ആ ഒരു പ്രെയർ പറഞ്ഞുകൊണ്ടിരുന്ന ലിപ്സ് പിന്നെ ചലിക്കാതെ നിൽക്കുകയും, അതേപോലെ കയ്യിൽ നിന്നും, ലൈഫ്ലെസ് ആയിട്ടുള്ള കയ്യിൽ നിന്നും അതുവരെ എപ്പോഴും ജീവനെ പോലെ കൊണ്ടു നടന്നിരുന്ന ആ ഒരു റോസറി നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ കയ്യിൽ നിന്നും വീഴുകയാണ്. അപ്പോൾ അതിന് രണ്ട് മീനിങ് ആണ് അവിടെ ഉള്ളത്. ആ റോസറി കയ്യിൽ നിന്ന് വീഴുന്നത് ഒന്ന് അവരുടെ ലൈഫ് ഇല്ലാതെയായി എന്നുള്ളതുമാണ്. അതേപോലെ മറ്റൊരു മീനിങ് എന്ന് പറയുന്നത് ഇനി ആ റോസറി പിടിക്കാൻ ഞാനില്ല എന്നുള്ളതും ആണ് കേട്ടോ. അവരുടെ ലൈഫ് അവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ആക്ച്വലി ആ ഒരു റോസറി കയ്യിൽ നിന്ന് പോയത്. A peaceful pallor spread on her face and we knew that she was dead. അപ്പോൾ അവരുടെ മുഖത്ത് ആ ഒരു പ്രാർത്ഥനയുടെയും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മുഖത്തൊരു സമാധാനം നിഴലിക്കുന്ന ഒരു ഫേസ് ആയിരുന്നു ആ ലാസ്റ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത്. അതോടുകൂടി ഞങ്ങൾക്ക് മനസ്സിലായി ഗ്രാൻഡ് മദർ ഇസ് നോ മോർ എന്നുള്ളത്. Okay, so now we are moving to the last paragraph of this lesson. So we lifted her off the bed and, as are customary, laid her on the ground and covered her with a red shroud. After a few hours of mourning, we left her alone to make arrangements for her funeral. In the evening, we went to her room with a crude stretcher to take her to the cremated. The sun was setting and had lit her room and veranda with a blaze of golden light. We stopped halfway in the courtyard, all over the veranda and in her room, right up to where she lay dead and stiff-wrapped in the red shroud. Thousands of sparrows sat scattered on the floor. There was no chirping. We felt sorry for the birds and my mother fetched some bread for them. She broke it into little crumbs the way my grandmother used to do and threw it to them. The sparrows took no notice of the bread. When we carried my grandmother's corpse off, they flew away quietly. Next morning, the sweeper swept the breadcrumbs into dustbin. സോ അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് മദറിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റ്സ്, അപ്പോൾ ഗ്രാൻഡ് മദർ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു ക്രിമേഷൻ ടൈമിലുള്ള കാര്യങ്ങളാണ് ഇനി ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. സോ വി ലിഫ്റ്റഡ് ഹെർ ഓഫ് ദ ബെഡ് ആൻഡ് ഇസ് കസ്റ്റമറി. അപ്പോൾ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ആ ഒരു കസ്റ്റമറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് അവരെ എടുത്തു. ഇനി ക്രിമേഷൻ സെറമണിയാണ്, ഇനി മരണാനന്തര ചടങ്ങുകളാണ് ചെയ്യാനുള്ളത്. ആൻഡ് ലെയ്ഡ് ഹെർ ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് കവേർഡ് ഹെർ വിത്ത് എ റെഡ് ഷ്രൗഡ്. അപ്പം
ലേഡ് ഹെർ ഓൺ ദ ഗ്രൗണ്ടിൽ കിടത്തുകയും അതേപോലെ ഒരു റെഡ് ഷ്രൗഡ് എന്ന് വെച്ചിരുന്നാൽ ഈ മരിച്ചവർക്കായിട്ടൊരു ചുവന്ന പട്ടടയുണ്ടല്ലോ, അപ്പോൾ അതാണ് റെഡ് ഷ്രൗഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വെച്ച് കവർ ചെയ്യുകയും ചെയ്തിരുന്നു. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ് ഓഫ് മോർണിംഗ് വി ലെഫ്റ്റ് ഹെർ അലോൺ ടു മേക്ക് അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഹർ ഫ്യൂണറൽ. അപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ ഗ്രാൻഡ് മദറിനെ അവിടെ തനിച്ചാക്കിയിട്ട് ഇനി വി വെ ഗെറ്റിംഗ് റെഡി ഫോർ ദ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ഹർ ഫ്യൂണറൽ. അപ്പോൾ ആ ഒരു ഫ്യൂണറലിന് വേണ്ടിയിട്ടുള്ള ബാക്കി അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾ പോയിരുന്നു. ഇൻ ദ evening, we went to her room with a crude stretcher to take her to be cremated. അപ്പം ഞങ്ങൾ ഈവനിങ് ആയപ്പോഴത്തേക്കും ഗ്രാൻഡ് മദറിൻ്റെ റൂമിലേക്ക് ചെന്നു, ഒരു സ്ട്രെച്ചറും ഒക്കെ ആയിട്ട്, കാരണം ഇവരുടെ ബോഡി എടുക്കണമല്ലോ, ടു ടേക്ക് ഹർ ടു ദ ക്രിമേറ്റഡ്. അപ്പോൾ ആ ഒരു മരണസ്ഥലത്തേക്ക് അടക്കാനും അതിനൊക്കെ ആയിട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. ഓക്കെ, ദെൻ the sun was setting and had lit her room and veranda with a blaze of golden light. അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന സമയമാണ്. സോ ഇറ്റ് വാസ് എ ടൈം ഓഫ് സൺ സെറ്റിംഗ്. അപ്പോൾ അവിടെയൊക്കെ പല മീനിങ് ആണ്, അതായത് അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് അവസാനിച്ചു എന്നുള്ളതിൻ്റെയാണ് ആ ഒരു സിംബോളിക് മീനിങ് ആണ് കേട്ടോ ആ ഒരു സൺസെറ്റൊക്കെ അവിടെ കൊണ്ടുവരുന്നത്. ദെൻ ദ സൺ വാസ് സെറ്റിംഗ് ആൻഡ് ഹാഡ് ലിറ്റ് ഹർ റൂം ആൻഡ് വെറാന്ത വിത്ത് എ ബ്ലേസ് ഓഫ് ഗോൾഡൻ ലൈറ്റ്. അപ്പോൾ ആ ഒരു സൺസെറ്റിൻ്റെ സമയത്തും ബാക്കി എല്ലായിടത്തും ഇരുട്ടാവുകയാണെന്നുണ്ടെങ്കിലും അവരുടെ റൂമിലും, നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ റൂമിലും അതേപോലെ അവരുടെ ആ ഒരു വരാന്തയിലുമൊക്കെ ഒരു ഗോൾഡൻ ലൈറ്റ് വീശുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ അവർ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആ പ്രകാശമായിരിക്കാം അവരുടെ മുഖത്ത്, അല്ലെങ്കിൽ അവരുടെ ഒരു റൂമിൽ ഒരു പ്രൊട്ടക്ഷൻ ലൈറ്റ് പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹം വന്നതായിരിക്കാം ആ സമയത്ത്. ദെൻ we stopped halfway in the courtyard, all over the veranda, in her room, right up to where she lay dead and stiff wrapped in the red shroud. Thousands of sparrows sat scattered on the floor. അപ്പോൾ all over the veranda and in her room, right up to where she lay dead and stiff wrapped in the red shroud, thousands of sparrows sat scattered on the floor. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് മദറിനെ അടക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ ഒരു വരാന്തയിലും അതേപോലെ വരാന്തയിൽ നിന്ന് തിരിച്ച് ആ കൊണ്ടുപോകുന്ന സമയത്തുമെല്ലാം തൗസൻഡ്സ് ഓഫ് സ്പാരോസ് ആണ് ആ ഫ്ലോറിൽ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നത്. കാരണം ഈ ഗ്രാൻഡ് മദർ ആയിരുന്നു എപ്പോഴും ഈ സ്പാരോസിനെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ തങ്ങളിലുള്ള ആ ഒരു ഫിസിക്കൽ, ആ ഒരു മെൻ്റൽ അറ്റാച്ച്മെൻറ്റ്, ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റും ഉണ്ട്, ഒരു മെൻ്റൽ അറ്റാച്ച്മെൻറ്റുമാണ് നമുക്കവിടെ ക്ലിയർ ആവുന്നത് കേട്ടോ. ദെൻ ദെർ വാസ് നോ ചർപ്പിങ്, കാരണം ബേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാറ്റർ ചെയ്തു എന്നുണ്ടെങ്കിലും ആരും ഒരു ബേർഡ്സും ബഹളമൊന്നും വെച്ചില്ല. കംപ്ലീറ്റ് സൈലൻസ് ആയിരുന്നു, കാരണം അവർക്ക് മനസ്സിലായി ഗ്രാൻഡ് മദർ പോയി എന്നുള്ള കാര്യം. ഓക്കെ, ദെൻ we felt sorry for the birds and my mother fetched some bread for them. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ മദർ ഇൻ ലോ വിചാരിക്കുകയാണ് കേട്ടോ, ഡോട്ടർ ഇൻ ലോ വിചാരിക്കുകയാണ്, അയ്യോ എന്തെങ്കിലും കൊടുക്കണം, ഇവർക്ക് എന്തെങ്കിലും ഈ ബേർഡ്സിന് കൊടുക്കണം. വി ഫെൽ സോറി ഫോർ ദ ബേർഡ്സിനോട് സഹതാപം തോന്നിയിട്ട് ദേ സ്റ്റാർട്ടഡ് ടു ഗീവ് സം ബ്രെഡ് ക്രംസ്, കുറച്ച് ബ്രെഡൊക്കെ പിച്ചിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. Then she broke it into little crumbs the way my grandmother used to and threw it to them. സോ അപ്പം അമ്മ എന്ത് ചെയ്യാണ്, ഗ്രാൻഡ് മദർ എങ്ങനെയാണോ ചെയ്തിരുന്നത് അതേപോലെ നമ്മുടെ ഓഥറിൻ്റെ അമ്മ കൊടുക്കുകയാണ്, ബ്രെഡ് ക്രംസ് ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ. ദെൻ ദ സ്പാരോസ് ടുക്ക് നോ നോട്ടീസ് ഓഫ് ദ ബ്രെഡ്. പക്ഷേ എന്നിട്ടും നമ്മുടെ സ്പാരോസ് എന്താണ്, ആ ബ്രെഡൊന്നും എടുക്കാനോ ഒന്നിനും വന്നില്ല, അത് നോക്കിയേയില്ല. വെൻ വി ക്യാരിഡ് മൈ ഗ്രാൻഡ് മദേഴ്സ് കോപ്സ് ഓഫ് ദേ ഫ്ലൂ എവേ ക്വയറ്റ്ലി. അപ്പോൾ ആ ഒരു ഗ്രാൻഡ് മദറിൻ്റെ ബോഡി കൊണ്ടുപോയപ്പോഴേക്കും അവിടെ നിന്ന് ആ സ്പാരോസ് എല്ലാം പറന്നുപോയി. ദെൻ നെക്സ്റ്റ് മോർണിംഗ് ദ സ്വീപ്പർ സ്വെപ്റ്റ് ദ ബ്രെഡ് ക്രംസ് ഇൻ ടു ദ ഡസ്റ്റ്ബിൻ. അപ്പോൾ ഒരു ബ്രെഡ് ക്രംസ് പോലും എടുത്തില്ല, അവർ മദർ കൊടുത്ത ഒരു ബ്രെഡ് ക്രംസ് പോലും എടുത്തില്ല. അവർ ശരിക്കും, അതായത് അവർ ബ്രെഡ് ക്രംസിന് വേണ്ടിയൊന്നും അല്ല അവിടെ ആക്ച്വലി വന്നത്, ആ ഒരു ഗ്രാൻഡ് മദർ മരിച്ചു പോയത് അറിഞ്ഞിട്ട് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ആ ഒരു ഗ്രാൻഡ് മദറിൻ്റെയും ബേർഡ്സിൻ്റെയും ആ ഒരു ക്ലോസ് അറ്റാച്ച്മെൻ്റാണ് അവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മോർണിംഗ് ദ സ്വീപ്പർ സ്വെപ്റ്റ് ദ ബ്രെഡ് ക്രംസ് ഇൻ ടു ദ ഡസ്റ്റ്ബിൻ. അപ്പോൾ പിറ്റേന്ന് ആ ഒരു സ്വീപ്പർ വന്നിട്ട് ആ ബ്രെഡ് ക്രംസ് എല്ലാം എടുത്ത് തൂത്ത് ഡസ്റ്റ്ബിന്നിലേക്ക് കളയുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ക്ലോസിങ്, ആ ഒരു ഗ്രാൻഡ് മദറിൻ്റെ ആ ഒരു ക്ലോസിങ് ടൈം, എൻഡ് ഓഫ് ദ ലൈഫ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം, അതാണ് ആ ഒരു സൺലൈറ്റിൻ്റെയൊക്കെ ഒരു പ്രസൻസ്. സൺ സെറ്റിങ്ങിൻ്റെ സമയത്തും അവർക്ക് ആ ഒരു അവരുടെ റൂമിലും ആ ഒരു വരാന്തയിലും ഒക്കെ ആ ഒരു ബ്ലേസ് ഓഫ് സൺലൈറ്റ്
സൺലൈറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ആ ഒരു സമയത്തെ നമ്മൾ കാണേണ്ടത്. അതേപോലെ തന്നെ ബേർഡ്സുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റും, അതായത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹം നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ളതിൻ്റെ ഒരു സിമ്പലാണത് കേട്ടോ. അപ്പോൾ ആ ഒരു ബേർഡ്സിൻ്റെ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ. അങ്ങനെ വളരെ ടച്ചിങ് ആയിട്ടുള്ള, അപ്പോൾ ഓഥറും ഒരു ഗ്രാൻഡ് മദറും ഗ്രാൻഡ് സണ്ണും തങ്ങളിലുള്ള ഒരു ക്ലോസ് ഇൻറ്റിമസിയിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലെസൺ ആയിരുന്നു ഇത്. വെരി ബ്യൂട്ടിഫുൾ ലെസൺ. അപ്പോൾ ഐ ഹോപ്പ് ഞാൻ പറഞ്ഞതുപോലെ ഇത് നിങ്ങളെ വിഷ്വലൈസ് ചെയ്ത് കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോഴാണ് നമുക്കിത് കൂടുതലായിട്ട് ടച്ച് ചെയ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഗ്രാൻഡ് മദറൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെയധികം സ്നേഹത്തോടു കൂടി അവരോട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുക. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പലപ്പോഴും ആൾക്കാരോട് മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള സമയം കിട്ടാറില്ല. എപ്പോഴും ഓൾവേസ് ബിസി വിത്ത് ഫോൺ. അപ്പോൾ ഫോണൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം, അതൊക്കെ എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. പക്ഷേ നമുക്ക് ആൾക്കാരോട് സംസാരിക്കുക എന്ന് പറയുന്നത് അത് വളരെ ലിമിറ്റഡാണ്. അപ്പോൾ നല്ല ടൈം സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി, സ്പെൻഡ് വിത്ത് യുവർ ഗ്രാൻഡ് പേരൻസ്, സ്പെൻഡ് വിത്ത് യുവർ ഗുഡ് ഫ്രണ്ട്സ്. അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്ത് എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ച് പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലെസൻ്റെ സമ്മറി എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ നമ്മുടെ പോർട്രേറ്റ് ഓഫ് ദ ലേഡി എന്ന് പറയുന്ന ഒരു ലെസൺ നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ലെസൺ മനസ്സിലായി എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ആസ്ക് മീ. സോ നമ്മൾ അടുത്ത ഒരു ചാപ്റ്ററുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദിസ് റിക്വസ്റ്റ്. അപ്പോൾ എനിക്ക് +1 ക്ലാസ്സസ് ലെസൺ ചെയ്തിടണം എന്നുള്ളൊരു ഐഡിയ ആക്ച്വലി എനിക്കില്ലായിരുന്നു. അപ്പോൾ റീസെൻ്റായിട്ട് എനിക്ക് വന്ന ഒരു റിക്വസ്റ്റ് ബേസ് ചെയ്യുന്നതാണ് അങ്ങനെ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് ഞാൻ ചിന്തിച്ചത് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഐഡിയ. അപ്പോൾ ഞാൻ അടുത്ത ലെസൺസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.